ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗ സീരിയലിൽ നാളത്തെ നല്ലൊരു കഥയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നാളെ നമ്മുടെ മനോഹർ പരോളിന് പുറത്തേക്ക് ഇറങ്ങാണ്. ആ കാര്യം കിരൺ സരയുവിനോട് പറയുന്നുണ്ട്. അതിനുശേഷം കിരൺ പോകുമ്പോഴേക്കും സരയു ഷാരി എടുത്ത് പറയുന്നുണ്ട്, കല്യാണിയും അതുപോലെ തന്നെ മനോഹർ രണ്ടുപേരും എന്റെ ടാർഗറ്റ്. ആദ്യം കല്യാണിനെ ഇല്ലാതാക്കാന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ ഇപ്പൊ മനസ്സിലായി കല്യാണിക്ക് മുമ്പ് ആയുസ് എടുത്തിരിക്കുന്നത് മനോഹറാണ്. അതുകൊണ്ട് എന്റെ ഏരിയ മനോഹറാണ്. മനോഹറിനാണ് ഞാൻ ആദ്യം കൊല്ലാൻ പോണത്. കല്യാണിക്കടുത്ത് ആ വിഷം ഉണ്ടല്ലോ, അത് അവനായിരിക്കും ഉപകാരപ്പെടുന്നത്. എന്തായാലും അവന്റെ അന്ത്യം അടുത്ത്, അതുകൊണ്ടാ അവൻ പരോളിൽ ഇറങ്ങി ഇപ്പൊ വരുന്നത് എന്ന് പറയണം. ഷാരി പറയണ്ട, മോളെ നീ അവനെ കൊന്നു കഴിഞ്ഞാ പിന്നെ നിനക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വരില്ലേ? അമ്മേ, അവൻ ഒരുപാട് പെൺപിള്ളേരുടെ ജീവിതം നശിപ്പിച്ചവനാണ്. അങ്ങനെയുള്ള ഒരുത്തനെ അവന്റെ ഒരു ഭാര്യ കൊന്നെന്ന് പറഞ്ഞിട്ട് ജയിലിൽ തൂക്കിക്കൊണ്ടെങ്കിൽ തൂക്കിക്കൊന്നോട്ടെ അമ്മേ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അവനും ഇതിനു മുമ്പ് വിവാഹം കഴിച്ച ഭാര്യമാരും അവരുടെ ബന്ധുക്കളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. എന്തായാലും അവന്റെ മരണം അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്റെ മോൾക്ക് നേരെ അതാണ് അച്ഛനാണെന്ന് പറഞ്ഞിട്ടുള്ള പേരുമായിട്ട് വരുവാ അവൻ. എന്റെ മോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു അച്ഛനെ കാണണ്ട. അവൾക്ക് അറിവ് വെച്ച് വന്നോണ്ടിരിക്കുക. ഇപ്പൊ ഒരിടത്തിലെ അവർക്ക് കണ്ടാൽ തന്നെ അറിയാം. ആ സമയത്ത് മനോഹർ അച്ഛനാണെന്ന് അങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവൾ പിന്നെ മനോഹറിനെ അച്ഛനായിട്ട് കാണും. വലുതാവും തോറും അവളുടെ മനസ്സിൽ മനോഹറിന്റെ മുഖമായിരിക്കും. അല്ലെങ്കിലും മനോഹറിനെ കുഞ്ഞ ഭയങ്കര കാര്യമോ മോളെ എന്ന് ഷാരി പറയുമ്പോ മിണ്ടി പോരും. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനോഹറിനെ പൊക്കി പറയുന്നുണ്ടല്ലോ. എന്താ കല്യാണം കിരണ്ട പോലെയൊക്കെ മനോഹറിനോട് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ, ഒരിക്കലും ഇല്ല മോളെ, ഞാൻ പറഞ്ഞതാണ്. മോളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് കുഞ്ഞായപ്പോഴേക്കും മനോഹറാണല്ലോ മോളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തത്. മോൾ ആ സമയത്ത് അവിടെ ഇവിടെയൊക്കെ പോണ സമയത്ത് മനോഹർ തന്നെയായിരുന്നു കുഞ്ഞിന്റെ അടുത്ത്. ഏറെക്കുറെയൊക്കെ കുഞ്ഞയക്കുന്നപ്പോ അവന്റെ സ്വഭാവം മാറിയത് എനിക്ക് വന്ന് തോന്നിയായിരുന്നു. സ്വഭാവം മാറിയത് അവന്റെ കയ്യിലിരിക്കട്ടെ. 60-100 പിള്ളേരുള്ളവനാണ്. എന്റെ കുഞ്ഞിനെ മാത്രം സ്നേഹിച്ച് എന്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. അവനെ സ്നേഹിക്കാൻ ഒരുപാട് പിള്ളേരുണ്ടല്ലോ, വേണമെങ്കിൽ അവരെയൊക്കെ അന്വേഷിച്ചു പോട്ടെ. അല്ലെങ്കിലും അവൻ ചില തെറ്റല്ലേ, എന്തോരം കുട്ടികൾ അവനുണ്ട്. ആ കുട്ടികളൊക്കെ അവനെ കാണാൻ പോയിക്കൂടെ? എന്തിനാ ഇവളെ മാത്രം കാണാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ഇങ്ങനെ പെരുവിർത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും നാളെ അവൻ വരുമല്ലോ, അവനെ മരണശിക്ഷ ഞാൻ കൊടുക്കാൻ പോണത് എന്നൊക്കെ പറഞ്ഞിട്ട് സരയു ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ രാവിലെ തന്നെ മനോഹർ പരോളിനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഇറങ്ങിയ മനോഹർ ആദ്യം തന്നെ സരയുവിന്റെ അടുത്തായിരിക്കും കുഞ്ഞെന്ന് വിചാരിച്ചിട്ട് താരയുടെ വീട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. ബെല്ലടിക്കുമ്പോഴേക്കും സരയു വാതിൽ തുറക്കുന്നുണ്ട്. ആ, മനുവേട്ടൻ വരുമെന്ന് കിരൺ ഇന്നലെ പറഞ്ഞായിരുന്നു, വാ കേറി വാ എന്ന് പറയാണ്. സരയു, നിനക്കിനോട് ദേഷ്യമൊന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിതിനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ പറഞ്ഞല്ലോ കിരണും കല്യാണിയും എന്റെ അടുത്ത് എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കും. കാരണം അത്രമാത്രം എനിക്ക് അവരോട് കടപ്പാടുണ്ട്. അവരാ പറഞ്ഞത് മനോഹറിനോടുള്ള ദേഷ്യവും വിദ്വേഷവും ഒക്കെ മാറി മനോഹർ ഈ പരോളിൽ ഇറങ്ങി ഇത്രയും ദിവസം അവനോട് സ്നേഹത്തോടെ പെരുമാറണോന്ന്. ഓഹോ, അവര് പറഞ്ഞോണ്ടാണോ? അല്ലാതെ നിനക്ക് എന്നോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല സരയു. എനിക്ക് ദേഷ്യമൊന്നും ഇല്ല, എന്നാൽ ഇഷ്ടവും ഇല്ല. എന്തായാലും മനുവേട്ടൻ ഇവിടെ വന്നിരിക്കേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അല്ല, കുഞ്ഞിവിടെ ഇല്ലേ? ഇല്ല, കുഞ്ഞ് ചന്ദ്രസേന അങ്കളുടെ അടുത്തും രൂപാന്റെ ആണ്. ഓ, ഞാൻ വിചാരിച്ചു ഇന്ന് നീ അവധിയായോണ്ട് കുഞ്ഞിവിടെ ഉണ്ടാവോന്നാ വിചാരിച്ചത്. ഇല്ല, കുഞ്ഞ് അവിടെയാണ്. അപ്പോ താരാന്റി ഇവിടെ ഉണ്ടോ? അമ്മ ഇവിടെ ഉണ്ടായിരുന്നു, അമ്പലം വരെ പോയിരിക്കുകയാണ്. ഓ, താരാന്റിക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമായിരിക്കും അല്ലേ സരയു? അതൊന്നും എനിക്ക് അറിയില്ല, ഉണ്ടാവാനാണ് ചാൻസ് എന്ന് പറയാണ്. അല്ല, മനുവേട്ടനെ കുടിക്കാൻ ഇതിലെടുക്കട്ടെ? ആയിക്കോട്ടെ എന്ന് പറയണം. അങ്ങനെ കുടിക്കാൻ ചായയും കാപ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് സരയു. മനോഹർ എന്നാ ശരി, എന്നാ കുഞ്ഞിനെ കാണാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ, അല്ല കഴിച്ചിട്ട് എന്തെങ്കിലും പോകാം, രാവിലെ വന്നപ്പോ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ഞാനൊന്നും കഴിച്ചിട്ടൊന്നുമില്ല, എനിക്ക് കഴിക്കണേനേക്കാളും പ്രധാനം കുഞ്ഞിനെ ഒന്ന് കാണണം സരയു, അതാണ്. എന്തായാലും ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, മനുവേട്ടൻ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ്. അങ്ങനെ മനു അവിടെ ഇരിക്കുന്നുണ്ട്. സരയു അടുക്കളയിലേക്ക് പോവാണ്. എന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൻ എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോവാ. ഇല്ലടാ, നീ ഒരിക്കലും എന്റെ കുഞ്ഞിനെ കാണില്ല, ഇനി ഒരിക്കലും നീ കാണാനും പോകുന്നില്ല. നിന്റെ അവസാന ദിവസം ഇന്നാടാ. നീ മരണത്തെ ക്ഷണിച്ചോണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്. അതേടാ, നീ മരണപ്പെടാൻ പോവാണ്. അടുത്ത വർഷം ഈ സമയത്ത് കുഞ്ഞിനെ കൊണ്ട് വേണമെങ്കിൽ നിന്നെ ബലിയിടിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് സരയു അവിടെ ഉണ്ടായിരുന്ന കറിയിൽ ആ വിഷം ചേർക്കുക കേട്ടോ. അതിനുശേഷം സരയു ആ ഭക്ഷണമായിട്ട് മനോഹറിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. മനോഹർ സരയുനോട് ചോദിക്കേണ്ടത്, അല്ല സരയു നീ കഴിച്ചായിരുന്നോ? ഇല്ല, മനുവേട്ടൻ ആദ്യം കഴിക്കുക, എന്നിട്ട് ഞാൻ കഴിക്കാം. അല്ല, ഒരുമിച്ചിരിക്കായിരുന്നല്ലോ എന്ന് പറയുമ്പോഴേക്കും, അല്ല ഞാൻ പറഞ്ഞല്ലോ മനുവേട്ട, എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, പക്ഷെ ആ ഒരു ഇഷ്ടം, ആ ഒരു പഴയ ഇഷ്ടം എനിക്ക് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയണ്ടേ, സത്യം പറയാലോ സരയു, ഞാൻ നിന്നെ പുകഴ്ത്തി പറയുകയോ അല്ല നിന്റെ മനസ്സ് കീഴടക്കാൻ വേണ്ടി പറയുകയോ ഒന്നും ചെയ്യണല്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സരയു, ഞാൻ എത്രയോ പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരുടെ കൂടെ 1 വർഷമൊക്കെ ഞാൻ താമസിച്ചിട്ടുള്ളൂ. അവർ തരുന്ന സ്നേഹം അനുഭവിച്ചിട്ട് അവരെ പറ്റിച്ചിട്ടാണ് വേറൊരു പെണ്ണിനെ വിവാഹം കഴിക്കാറ്. പക്ഷെ ഇത്രയും പെണ്ണുങ്ങളെ വിവാഹം കഴിച്ചിട്ടും നിന്നെ പോലെ ഭ്രാന്തമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭാര്യ എനിക്ക് ഉണ്ടായിട്ടില്ല. നിനക്ക് ഞാൻ വെച്ചാൽ അത്ര ജീവനായിരുന്നല്ലോ. സരയു പറയണ്ട്, അതെ, ആ ജീവനാണല്ലോ നിങ്ങൾ എടുത്തത്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സരയു, സത്യം സരയു, എനിക്ക് നിന്റെ കാല് പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നുണ്ട്, അതൊന്നും വേണ്ട എന്ന് സരയു പറയാണ്.
ഭക്ഷണം വിളമ്പാൻ വേണ്ടി പോകുമ്പോഴേക്കും മനോഹർ വീണ്ടും സംസാരിക്കുക കേട്ടോ. അപ്പം സരയു വിചാരിക്കണ്ടോ ഇവൻ സംസാരിച്ചുകൊണ്ടിരിക്കണല്ല, മരണത്തിന് തൊട്ടു മുമ്പുള്ള സംസാരമല്ലേ, അവൻ സംസാരിക്കട്ടെ എന്ന് സരയും വിചാരിക്കുകയാണ്. മനോഹർ പറയുന്നുണ്ട്, സരയു എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ നിൽക്കില്ല. ഞാൻ എവിടെയെങ്കിലൊക്കെ ഹോട്ടലിൽ എവിടെയെങ്കിലും റൂം എടുത്ത് അവിടെ തങ്ങിക്കോളാം. പൈസയും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ട്. ഇത്ര നാള് ജയിലിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ അവർ കുറേശ്ശെ പൈസയൊക്കെ തന്നിട്ടുണ്ട്, ആ പൈസ ഉണ്ട്. പിന്നെ കല്യാണിയും കിരൺ സാറ് പറഞ്ഞേക്കണത് പരോളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ വീട്ടിൽ വന്ന് നിൽക്കാനാ പറഞ്ഞത്. പക്ഷേ അവരുടെ വീട്ടിൽ പോയി നിന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പ്രകാശനങ്ങൾ ജയിലിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നു, അത് അവരോട് സംസാരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അല്ല പ്രകാശൻ എന്താ നിങ്ങളടുത്ത് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോഴേക്കും, ഒന്നുമില്ല, കല്യാണിനെ കൊല്ലാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ആരൊക്കെ വന്നിരുന്നല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കാനും പിന്നെ കല്യാണിയൊക്കെ സേഫ് ആയിട്ടാണ് നിൽക്കണേന്നൊക്കെ ഒന്ന് നോക്കി വരാനും ഒക്കെ പറഞ്ഞുള്ളൂ എന്നൊക്കെ പറയണോ. പ്രകാശനും അപ്പൊ മനുവേട്ടനും ഇപ്പൊ ഭയങ്കര കൂട്ടായല്ലേ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാല് പ്രകാശനങ്ങൾ നല്ലൊരു മനുഷ്യനാണ്. ഇപ്പോഴെനിക്കത് മനസ്സിലായത്. പെമ്പിള്ളേരെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോലെ കല്യാണിനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോ വേണമെന്ന് പറയാം അദ്ദേഹത്തിന്റെ സ്വഭാവം ആകെ മാറി. സത്യമായ സരിയോ, എനിക്കൊരു അച്ഛന്റെ സ്നേഹമൊന്നും കേട്ടിട്ടില്ല. പക്ഷെ പ്രകാശനങ്ങൾ സംസാരിക്കുമ്പോൾ അങ്കിളെ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും എന്തോ ഒരു അച്ഛന്റെ ഒരു പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നൊക്കെ പറയാണ്. അതേതായാലും നന്നായി, അതുകൊണ്ടൊക്കെ കല്യാണിനെ സ്വന്തം പെങ്ങളെ പോലെ ഏറ്റെടുത്തേലേ. അല്ല മനുവേട്ടനെ ആദ്യം കല്യാണി മേഡോ എന്നാണ് വിളിക്കേണ്ടത്, ഇപ്പൊ കല്യാണിനെ വിളിക്കുന്നുള്ളൂ. അത് ഞാൻ കല്യാണി മേഡോ തന്നെയാണ് വിളിച്ചോണ്ടിരുന്നത്. അപ്പൊ കല്യാണിയാ പറഞ്ഞത് അങ്ങനെ വിളിക്കേണ്ട, പ്രായത്തിൽ ഒരുപാട് ചെറുതല്ലേ, അപ്പൊ അതുകൊണ്ട് കല്യാണി മേഡം എന്ന് വിളിക്കേണ്ട, കല്യാണി എന്ന് വിളിച്ചാൽ മതി. അത് ശരിയാ, മനുവേട്ടന് 10-45 വയസ്സുണ്ടല്ലോ, അവൾക്കാണെങ്കിൽ 10-27 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ നോക്കാമെങ്കിൽ ഇരട്ടി പ്രായത്തിനടുത്ത് ഉണ്ടല്ലോ എന്നൊക്കെ പറയണ. മനുവേട്ടൻ ഏതായാലും ഭക്ഷണം കഴിക്കേ. അല്ല സരിയോ, നീ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ മാത്രം ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, നീയും കഴിക്കേ എന്ന് പറഞ്ഞിട്ട് സരിയുവിനും വിളമ്പി കൊടുക്കണം. മനോഹർ, ഈശ്വര ഈ വിഷം കലക്കിയ കറി ഞാൻ കഴിക്കേണ്ടി വരൂ എന്നൊക്കെ സരിയു ഇങ്ങനെ വിചാരിക്കണ്ടേ. എന്താ സരിയു ആലോചിക്കണത്? ഒന്നുമില്ല മനുവേട്ട എന്ന് പറയാണ്. അങ്ങനെ മനോഹറിനും കുറച്ച് കറി എടുക്കണ്ട്. സരിയുവിനോടുമ്പോ സരി, എനിക്ക് ഈ കറി വേണ്ട. പിന്നെ അല്ല എനിക്ക് ഈ കറി വേണ്ടാനിട്ടാ, അല്ല ഈ കറി സരിയുവിന് ഭയങ്കര ഇഷ്ടമാണല്ലോ, പിന്നെ എന്ത് പറ്റി? അല്ല ഇപ്പൊ എനിക്ക് വേണ്ട, എന്തോ അലർജിയും കാര്യങ്ങളൊക്കെ, അതുകൊണ്ടാ മനുവേട്ടൻ കഴിച്ചോ എന്ന് പറയാണ്. അങ്ങനെ സരിയുവിനും കുറച്ച് കറി കൊടുക്കുന്നുണ്ട്. അപ്പൊ സരിയും മനോഹരനെ കാണിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണ പോലെ കാണിക്കുന്നുണ്ട്. പക്ഷെ സരിയു കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷമില്ല, മനോഹർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാത്രമേ വിഷമുള്ളൂ. അങ്ങനെയാണ് പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും മനോഹർ വിഷം കഴിച്ചു കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഇങ്ങനെ ഉരുണ്ട് വീഴണോ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവണില്ല. ഒരു കുറെ നേരം കഴിഞ്ഞിട്ട്, അതായത് ഞാൻ ഇന്ന് മോളെ കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്ന സമയത്താണ് ഈ മനോഹറിന് ഈ ഒരു പ്രശ്നം വരാം. മനോഹറിന് ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. അപ്പൊ സരിയു പറഞ്ഞിട്ടാ, നിനക്ക് തന്ന കറിയിൽ മാത്രമേ വിഷമുള്ളൂ, ഞാൻ കഴിച്ച കറിയിൽ വിഷമില്ല, അതുകൊണ്ടാണ് ഞാൻ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചത്, ഇപ്പൊ മരിക്കാൻ പോണത് നീ മാത്രമാണെന്ന് പറയാണ്. അങ്ങനെ സരുവിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കുന്ന മനോഹർ ഇത് എങ്ങനെയെങ്കിലൊക്കെ കിരണിനെ കല്യാണത്തിൽ പറയണവരെങ്കിലും തന്റെ ആയുസ് നീട്ടി കിട്ടണമെന്നാ പ്രാർത്ഥിക്കണം കേട്ടോ. അത് കിരണിനോടും കല്യാണത്തിൽ അറിയിക്കണല്ലോ, ഇവൾ ഇത്രയും ഭീകര ഇപ്പോഴും പഴയ വൃത്തികെട്ട സ്വഭാവം ഉണ്ട്, ഇപ്പോഴും ചതിയുടെ ഒരു ആൾരൂപമാണ് സരിയെന്ന്. അപ്പൊ അത് അറിയിക്കണവരെങ്കിലും തന്റെ ജീവൻ നിലനിർത്താൻ പറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മനോഹറിനെയാണ് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. Bye bye.